ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അമ്മൂസ് ആൻഡ് മമ്മി. ഇന്ന് അമ്മൂസും അമ്മയും പപ്പയും കൂടി ഒന്ന് കറങ്ങാനിറങ്ങിയപ്പോൾ ഇടയ്ക്ക് വെച്ച് കയറിയ പാർക്കിൻ്റെ വീഡിയോ ആണ്. ആക്ച്വലി ഞങ്ങളിത് പ്ലാൻ ചെയ്ത് പോയതൊന്നുമല്ല. ഞങ്ങൾ ഓഹോ ബീച്ചിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് സ്നേഹതീരം ബീച്ചിലിറങ്ങി. നമ്മുടെ തൃശ്ശൂർ തളിക്കുളത്തുള്ള സ്നേഹതീരം ബീച്ചിൽ അപ്പോഴാണ് ഞങ്ങളതിൻ്റെ അടുത്തൊരു ഫൺ പാർക്ക്. മുന്നേ ഞങ്ങൾ ഈ ബീച്ചിൽ പോയപ്പോൾ ഇങ്ങനൊരു പാർക്ക് അവിടെ കണ്ടിട്ടില്ല. ഇതിപ്പോൾ ഈ അടുത്ത കാലത്ത് വന്നതാണ്. പക്ഷേ ഒരുപാട് ചെറിയ ചെറിയ ആക്ടിവിറ്റീസും പാർക്ക്, ഒരു ചെറിയ പാർക്കാണ്. പക്ഷേ ഒരു സായാഹ്നം നല്ല രീതിയിൽ ചിലവഴിക്കാൻ പറ്റിയൊരു നല്ലൊരു ആംബിയൻസും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഉള്ളിലേക്ക് കയറി. ആക്ച്വലി അമ്മൂട്ടിക്ക് ഞങ്ങൾ വരുന്ന വഴിക്ക് ആൾ വണ്ടിയും ഇരുന്ന് കുറച്ച് നേരം ഉറങ്ങി. അത് കാരണം ആൾക്ക് ഇത്തിരി ഒരു ഉഷാറ് കുറവായിരുന്നു. ആൾക്കങ്ങനെ ഒന്നിലും കയറണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ വെച്ച് ഞങ്ങൾ ഇതിൽ കയറണോ അതിൽ കയറണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവൾ വേണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നതിന് ശേഷമാണ് അവൾ പറഞ്ഞത് എനിക്ക് അതിൽ കയറണമായിരുന്നു എന്നൊക്കെ. അവിടെ വെച്ച് വേണമെന്ന് പറഞ്ഞില്ല കേട്ടോ. അമ്മൂട്ടിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്പ്രിങ് പൊട്ടറ്റോ അവിടെ കിട്ടുമായിരുന്നു കേട്ടോ. അതാണ് മെയിൻ ഹൈലൈറ്റ്. ഞങ്ങൾ എവിടെ പോയാലും പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന സാധാരണ. പക്ഷെ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ, ഞാനിങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ഇങ്ങനെ റൗണ്ടായി വരുമൊന്നുമില്ല. ഞാനൊരു ദിവസം ട്രൈ ചെയ്തു വീട്ടിൽ ഇതേപോലെ ഒരു സ്റ്റിക്ക് എടുത്തിട്ട് അതുമ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഇങ്ങനെ കട്ട് ചെയ്ത് യൂട്യൂബിലൊക്കെ നോക്കി. പക്ഷേ ഇവർ ചെയ്യുന്ന ആ ഒരു പെർഫെക്ഷനിലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. നിങ്ങൾ ചെയ്യാറുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഞങ്ങളൊരു സ്പ്രിങ് പൊട്ടറ്റോ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഭയങ്കര തിരക്കാണ്, കുറേ പേര് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അവിടെ പരിഗണിച്ചിട്ടുണ്ട്. എപ്പോൾ കിട്ടുമോ എന്തോ. പെട്ടെന്ന് കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ അയ്യോ ഇപ്പോൾ കിട്ടൂലേ ഗ്ലൂമി ആയിട്ടോ. പാർക്കിൻ്റെ ഉള്ളിലൊരു ഉത്സവമേളം തന്നെയായിരുന്നു. കുട്ടികളിങ്ങനെ എൻജോയ് ചെയ്യാണ്. പാരൻസ് അവിടെ ഇവിടെയും ഇതൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നിൽക്കുന്നു. നമുക്ക് എത്ര നേരം വേണമെങ്കിലും അങ്ങനെ അവിടെ സ്പെൻഡ് ചെയ്യാം കേട്ടോ. നമുക്കങ്ങനെ ബോറടിക്കുന്നില്ല. കാരണം നമ്മളും അവരുടെ ആ ഒരു ലെവലിലേക്ക് എത്തും. പിന്നെ ഞങ്ങൾ ഈ വഞ്ചിയിൽ സാൻവിനെ കയറ്റിയില്ല. സാൻവിക്ക് എനിക്ക് തോന്നുന്നു അതിൽ കയറാനാണ് ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നത്. പക്ഷെ അതിന് കുറച്ച് ആരോഗ്യം വേണം അതിങ്ങനെ ഇട്ട് തിരിക്കാനായിട്ട്. സാൻവിക്ക് അത് പറ്റില്ലെന്ന് എനിക്കറിയാം. ഞാൻ അതുകൊണ്ട് കയറണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഈ ചാടിക്കളിക്കുന്ന ഐറ്റത്തിലൊന്നും കയറാൻ ആൾക്ക് താല്പര്യമില്ല. അവളുടെ അതേ പ്രായത്തിലുള്ള അവൾക്ക് അറിയുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവൾ ഇതൊക്കെ കയറും കേട്ടോ. ഇപ്പം ഞങ്ങൾ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഇപ്പം അമ്മൂട്ടി കുറച്ച് ഉഷാറായി തുടങ്ങി കേട്ടോ. അവളുടെ ഉറക്കത്തിൻ്റെ ആ ഒരു ഇതൊക്കെ മാറി. ഇപ്പോൾ എൻ്റെ കൂടെ സെൽഫി എടുക്കാനൊക്കെ സഹകരിച്ചു തുടങ്ങി. ഇനി ആൾ ആക്റ്റീവ് ആവും. ആളങ്ങനെയാണ്. ഉറങ്ങിക്കഴിഞ്ഞാൽ കുറേ സമയത്തേക്ക് മൂഡ് ഉണ്ടാവില്ല. നിങ്ങളുടെ മക്കൾ ഇങ്ങനെയൊക്കെ തന്നെയാണോ ഗൈസ്? ചാച്ചുവിൻ്റെ സ്പ്രിംഗ് പൊട്ടറ്റോ വന്നു ഗൈസ്. എങ്ങനെയുണ്ട് ഗൈസ്? ഇഷ്ടമായോ? സ്പ്രിംഗ് പൊട്ടറ്റോ എത്തിയതോടുകൂടി ഇനി കുറച്ച് നേരം സാൻവിക്കൊരു പണിയായി. ഇനി അതുമായിട്ടുള്ള മൽപ്പിടുത്തമാണ്. ആൾ പതുക്കെ കഴിക്കുള്ളൂ. നല്ല വൃത്തിയിലൊക്കെ മേത്തൊക്കെ ആക്കാണ്ട് കഴിച്ചോളൂ കേട്ടോ. അങ്ങനെ ഒരു നല്ല കുട്ടിയാണ് സാൻവി. നമ്മളൊരു സേഫ്റ്റിക്ക് ടിഷ്യൂ പേപ്പർ വാങ്ങിച്ചു. ഹലോ. ഇനി ആ ടിഷ്യൂ പേപ്പർ ഇടാനുള്ള വേസ്റ്റ് ബിൻ തപ്പി പോവാണ്. ആൾക്ക് ഇങ്ങനത്തെ മുയലിൻ്റെയും ആമയുടെയൊക്കെ ഷേപ്പിൽ അങ്ങനത്തെ വേസ്റ്റ് ബിന്നുകൾ കൊണ്ടിടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങൾ ബീച്ചിൽ പോകുമ്പോഴായാലും ആൾ ഇതുണ്ടെങ്കിൽ കണ്ടുവെക്കും. എന്നിട്ട് എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ നേരെ അവിടെ നടന്നു പോയി ഇടും. ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും കേട്ടോ. ഹലോ ഗൈസ്, സാൻഡിക്ക് വട്ടായി ഗൈസ്. സാൻഡി ഇവിടെയാണെന്ന് ഉറങ്ങാൻ പോകുന്നത് ഗൈസ്. ആണോ സാൻഡി? സാൻഡിന്ന് ഇവിടെയാണോ ഉറങ്ങണ സാൻഡി? അല്ല, അന്ന് നമുക്ക് പോണ്ടേ? നമുക്ക് ഓഹോ ബീച്ചിൽ പോയാലോ? പോവാം ഗൈസ്, പോവാം.
നമ്മുടെ റിയൽ ഡെസ്റ്റിനേഷനായിട്ടുള്ള ഓഹോ ബീച്ചിലേക്കാണ് നമ്മളിനി പോകുന്നത്. പപ്പ ബൈക്ക് പാർക്ക് ചെയ്തെടുത്ത് നിന്ന് ബൈക്ക് എടുക്കാൻ പോയേക്കാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം പാർക്കിൻ്റെ പുറത്ത് ഇങ്ങനെ നിന്നു. ഇപ്പോഴും ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഫൺ പാർക്കിലേക്ക്. സാൻവിക്ക് ഈ മരങ്ങളൊക്കെ നല്ല ഇഷ്ടമായിട്ടോ. ഇങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണെങ്കിലും ആളത് ഒറിജിനൽ മരമാണെന്ന് വിചാരിച്ച് കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. അത് സിമെൻറ്റ് വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന മരമാണ്. ഫൺ പാർക്ക് പപ്പ എത്തിപ്പോയി ഗൈസ്. അവളെ ഫ്രണ്ടിൽ ഇരുത്തിക്കോ. ഫൺ പാർക്കിൻ്റെ അവിടെ നിന്ന് ഒരു 2 കിലോമീറ്ററും കൂടി ഉണ്ട് കേട്ടോ നമ്മുടെ റിയൽ ഡെസ്റ്റിനേഷനായിട്ടുള്ള ഓഹോ ബീച്ചിലേക്ക്. ഓഹോ ബീച്ചിലെ കാഴ്ചകൾ നമ്മളിന്ന് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നില്ല കേട്ടോ. ഞങ്ങളിതാ ജസ്റ്റ് ഓഹോ ബീച്ചിലേക്ക് എത്തിച്ചേരാണ്. ഇവിടെ ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെ ഒരുക്കിയിട്ടുണ്ട്. ലൈറ്റ് അറേഞ്ച്മെൻറ്റും ആംബിയൻസും പിന്നെ അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ ഫുഡ് കോർട്ടുകളും അതൊക്കെ നന്നായിട്ട് വിശദീകരിച്ച് കാണിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അതൊക്കെ ഉൾക്കൊള്ളിക്കാം. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണാം. ബൈ.